പ്രിയമുള്ളവരെ, 2025 ലോഗോസ് ക്യൂസിന് തയ്യാറെടുക്കുന്നവർക്കായി ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാളിന് പറയുന്ന മറ്റൊരു പേര്. ഉത്തരം പെസഹ. രണ്ടാമത്തെ ചോദ്യം, യേശുവിൻ്റെ 12 ശിഷ്യരിൽ ഒരുവനായ ആരിലാണ് സാത്താൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം യൂദാസ് കറിയോത്ത. യൂദാസ് കറിയോത്ത ആരെയെല്ലാം സമീപിച്ചാണ് യേശുവിനെ എങ്ങനെയാണ് അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചത്? പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. യൂദാസ് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചപ്പോൾ അവർ അവന് എന്താണ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം പണം കൊടുക്കാമെന്ന്. എപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ഉത്തരം ജനക്കൂട്ടമില്ലാത്തപ്പോൾ. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന ദിനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം. നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞ് യേശു അയച്ചത് ഏതു ശിഷ്യന്മാരെയാണ്? ഉത്തരം പത്രോസിനെയും യോഹന്നാനെയും. നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിനെന്ന് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? ഉത്തരം ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇതാ, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആരോട് പറഞ്ഞു? ഉത്തരം യേശു ശിഷ്യന്മാരായ പത്രോസിനോടും യോഹന്നാനോടും. പത്രോസും യോഹന്നാനും എവിടെ പ്രവേശിക്കുമ്പോഴാണ് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരുമെന്ന് യേശു പറഞ്ഞത്? ഉത്തരം പട്ടണത്തിലേക്ക്. യേശുവിനും ശിഷ്യർക്കും പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല കണ്ടെത്താനായി ആരെ പിന്തുടർന്ന് അവൻ പ്രവേശിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കാനാണ് പറഞ്ഞത്? ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവനെ. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവൻ പ്രവേശിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥനോട് എന്തു ചോദിക്കാനാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? പെസഹ ഒരുക്കാനായി സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി ആരു നിങ്ങൾക്ക് കാണിച്ചു തരുമെന്നാണ് യേശു അയച്ച ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവൻ പ്രവേശിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥൻ. പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. യേശു ഇത് പറഞ്ഞത് ആരോടാണ്? ഉത്തരം അപ്പസ്തോലന്മാരോട്. പെസഹ ഭക്ഷണത്തിനിരുന്ന യേശു പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം ശിഷ്യരോട് പറഞ്ഞതെന്ത്? ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. പെസഹ ഭക്ഷണത്തിനിരുന്ന യേശു ഇപ്പോൾ മുതൽ എപ്പോൾ വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം ദൈവരാജ്യം വരുന്നതുവരെ. യേശു അപ്പമെടുത്ത് എപ്രകാരമാണ് ശിഷ്യർക്ക് നൽകിയത്? ഉത്തരം കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച്. യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തതെന്ത്? ഉത്തരം ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്ന് യേശു പറഞ്ഞതെപ്പോൾ? ഉത്തരം അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തുകൊണ്ട്. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എവിടെയുണ്ട് എന്നാണ് യേശു പെസഹ ഭക്ഷണ സമയത്ത് പറഞ്ഞത്? ഉത്തരം എൻ്റെ അടുത്ത് മേശമേൽ തന്നെ. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന തർക്കമുണ്ടായത് ആരുടെ ഇടയിലാണ്? ഉത്തരം ശിഷ്യന്മാരുടെ ഇടയിൽ. വിജാതീയരുടെ മേൽ ആരാണ് ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അവരുടെ രാജാക്കന്മാർ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഡാഷ് പോലെയും അധികാരമുള്ളവൻ ഡാഷ് പോലെയുമായിരിക്കണം എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്. ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ ആരെ പോലെയാണെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം പരിചരിക്കുന്നവനെ പോലെ. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എന്ന് യേശു പറഞ്ഞിരിക്കുന്നത് ആരോടാണ്? ഉത്തരം ശിഷ്യരോട്. ശിഷ്യർക്ക് യേശു രാജ്യം നൽകിയിരിക്കുന്നത് സിംഹാസനങ്ങളിലിരുന്ന് എന്തിനെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഉത്തരം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ. എന്തിനെല്ലാം വേണ്ടിയാണ് യേശു ശിഷ്യർക്ക് രാജ്യം കൽപ്പിച്ചു നൽകിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. ആര് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്. ഉത്തരം എൻ്റെ പിതാവ്. ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് യേശു പറഞ്ഞിരിക്കുന്നത് ആരോടാണ്? ഉത്തരം ശിമയോൻ പത്രോസിനോട്. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ തിരിച്ചു വന്ന് എന്തു ചെയ്യണമെന്നാണ് ശിമയോൻ പത്രോസിനോട് യേശു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സഹോദരരെ ശക്തിപ്പെടുത്തണം. നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് എന്ന യേശുവിനോട് പറഞ്ഞ ശിഷ്യൻ? ഉത്തരം ശിമയോൻ പത്രോസ്. നീ എത്ര പ്രാവശ്യം എന്നെ അറിയുകയില്ല എന്ന് നിഷേധിച്ചു പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല എന്നാണ് യേശു ശിമയോൻ പത്രോസിനോട് പറഞ്ഞത്. ഉത്തരം 3 പ്രാവശ്യം. അവൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്. ഉത്തരം നിയമലംഘകരോടുകൂടെ. ഒലിവുമലയിലെത്തിയപ്പോൾ അവനെ പിന്തുടർന്ന ശിഷ്യന്മാരോട് നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ എന്തു ചെയ്യാനാണ് യേശു പറഞ്ഞത്? ഉത്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഒലിവുമലയിൽ യേശു ശിഷ്യരിൽ നിന്നും ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചത് എന്ത്? ഉത്തരം പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് എന്തിന്? ഉത്തരം യേശുവിനെ ശക്തിപ്പെടുത്താൻ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ യേശുവിനെ ശക്തിപ്പെടുത്താൻ പ്രത്യക്ഷപ്പെട്ടത് ആര്? ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ. യേശു എവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണത്? ഉത്തരം ഒലിവുമലയിൽ. പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ട യേശു അവരോട് ചോദിച്ചതെന്ത്? ഉത്തരം നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എപ്രകാരം പ്രാർത്ഥിക്കുവിനെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. യേശുവിനെ ചുംബിക്കാൻ യൂദാസ് മുന്നോട്ട് വന്നപ്പോൾ യേശു അവനോട് ചോദിച്ചതെന്ത്? ഉത്തരം യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ. യേശുവിനെ ഒറ്റിക്കൊടുക്കാനായി യൂദാസ് ജനക്കൂട്ടത്തോടൊപ്പം വന്നപ്പോൾ യേശുവിനോട് കൂടെയുണ്ടായിരുന്നവരിൽ ഒരുവൻ പ്രധാന പുരോഹിതൻ്റെ സേവകൻ എന്താണ് ചെയ്തത്? ഉത്തരം വെട്ടി അവൻ്റെ വലത്തു ചെവി ഛേദിച്ചു കളഞ്ഞു. പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ ചെവി ഛേദിച്ചത് കണ്ട് യേശു നിർത്തു എന്ന് പറഞ്ഞ ശേഷം ചെയ്തതെന്ത്? അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചത് ആരോട്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. യേശുവിനെ പിടിച്ച് ആദ്യം എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക്. യേശുവിനെ പിടിച്ച് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അകലെയായി അവനെ അനുഗമിച്ച ശിഷ്യൻ? ഉത്തരം പത്രോസ്. യേശുവിനെ പിടിച്ചു കൊണ്ടുപോയവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റുമിരുന്നപ്പോൾ അവരുടെ കൂടെ ഇരുന്ന പത്രോസിനെ കണ്ട് ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം ഒരു പരിചാരിക. ഇവനും അവനോട് കൂടിയായിരുന്നു എന്ന ഒരു പരിചാരിക പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല. പത്രോസിനെ കണ്ടിട്ട് വേറൊരാൾ നീയും അവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം മനുഷ്യ, ഞാനല്ല. മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പത്രോസ് പറഞ്ഞത് എപ്പോഴാണ്? ഉത്തരം തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടിയായിരുന്നു, ഇവനും ഗലീലിയക്കാരനാണല്ലോ എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ. മൂന്നാമതായി വേറൊരാൾ തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടിയായിരുന്നു എന്നതിന് കാരണമായി പറയുന്ന തെളിവെന്ത്? ഉത്തരം ഇവനും ഗലീലിയക്കാരനാണല്ലോ. പത്രോസ് എത്രാമത്തെ പ്രാവശ്യം യേശുവിനെ നിഷേധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോഴി കൂവിയത്? ഉത്തരം
മൂന്നാമത്തെ പ്രാവശ്യം. ഇന്ന് കോഴി കൂവുന്നതിനു മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഓർമ്മിച്ചതെപ്പോൾ? ഉത്തരം: കോഴി കൂവിയപ്പോൾ കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയപ്പോൾ. ഇന്ന് കോഴി കൂവുന്നതിനു മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം ഓർമ്മിച്ച പത്രോസ് ചെയ്തതെന്ത്? ഉത്തരം: പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. യേശുവിന് കാവൽ നിന്നിരുന്നവർ യേശുവിനെ എന്തെല്ലാം ചെയ്തു? ഉത്തരം: യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. യേശുവിന് കാവൽ നിന്നിരുന്നവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് എന്തു പറഞ്ഞാണ് പരിഹസിച്ചത്? നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞ്. നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന് യേശുവിനോട് പറഞ്ഞതാരല്ല? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കും എന്ന് യേശു പറഞ്ഞപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം ചോദിച്ചതെന്ത്? ഉത്തരം: അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ?